കുളു മണാലി വരെ ഒന്ന് പോണം. കുളു മണാലി വരെ ഒന്ന് പോണം. അതെന്താ കുളു മണാലി പോകാൻ? അത് കുറെ കാലം തൊട്ട് മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് പോകണം എന്നുള്ളത്. അത് പോകാൻ പറ്റിയിട്ടില്ല, പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ അന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ആ ഗ്രൂപ്പ് ഇന്നും സജീവമായിട്ട് നിലനിൽക്കും. അതെ, അതിന്റെ പേര് പറയണോ? നീങ്ക சொல்லுங்க. അതാണ് അതിന്റെ പേര്, ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ. ഡെഫിനറ്റ്ലി ഞാൻ പെട്ട് കഴിയും. ഓൾ ദി ബെസ്റ്റ്. അയ്യോ എന്ന് വിചാരിക്കുന്ന ചില ദുരന്തങ്ങൾ ഇതിനകത്ത് നടക്കുന്നത് വാസ്തവത്തിൽ അത് എന്ന് പറഞ്ഞെടുക്കുന്ന ഒരു രീതിയിലേക്ക് എങ്ങനെ മാറുന്നു എന്നത് അത് പടം തന്നെ കാരണം. സൂക്ഷ്മദർശിനിയും ബ്രഹ്മയുഗവും ഒക്കെ കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥേട്ടനും അതിനും മേലെയുള്ള ഒരു ലെവലിൽ നിൽക്കുകയാണ്. വളരെ നല്ല കോപ്പറേറ്റീവ് ആയിട്ട് അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടർ. ഏജിൽ നമ്മൾ ഒരുപാട് സീനിയറാണ് അദ്ദേഹത്തെക്കാൾ, പക്ഷെ ആക്ടർ എന്ന നിലയ്ക്ക് നമ്മളെക്കാൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആക്ടർ. പക്ഷെ അത്തരം യാതൊരു ജാടകളും ഇല്ലാതെ നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നല്ല വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന തന്നെയായിരുന്നു സിദ്ധാർത്ഥ. അതൊരു അനുഭവമാണ് ശരിക്കും. മൊത്തം ഷൂട്ടിന്റെ ടൈമും ആൻഡ് മധുവൻ ഭട്ട് സാറ് വളരെ പ്രിസൈസ് ആയിട്ടുള്ള അദ്ദേഹത്തിന് പ്ലാനിങ് എടുക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ അവിടെ ഒരു റൗഡി സംഘമായിരുന്നു. അബ്സല്യൂട്ട്ലി. കാരണം അത്രയും ടൈം വി സ്പെൻഡ് ക്രിയേറ്റീവ്ലി. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ശരിക്കും പൊളിച്ചടക്കി. തളച്ചിടാനോ അല്ലെങ്കിൽ തളർത്താനോ അല്ലെങ്കിൽ ദുഃഖത്തിൽ ആഴ്ത്താനോ അതിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുടുംബമെങ്കിൽ നമ്മൾ കുടുംബത്തിനെ നമ്മൾ റീതിങ്ക് ചെയ്യേണ്ട സമയമായില്ലേ? പാവമായതിന്റെ വീണ തിരിച്ചറിഞ്ഞിട്ടുള്ള പെണ്ണുങ്ങളാണ്. അതെ, പണ്ട് വർക്കിംഗ് പാർട്ട്നേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വീട്ടമ്മയായിട്ടിരിക്കണം ഒരു സ്ത്രീ എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് എന്നെ ഫിനാൻഷ്യലിയും ഇമോഷണലിയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കണം അപ്പുറത്ത് നിൽക്കുന്നതെന്നുള്ളത് ആൺകുട്ടികൾ ഇപ്പോൾ ഡിമാൻഡ് ചെയ്ത് തുടങ്ങി. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് കളർഫുൾ സ്റ്റോറീസ്. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് 4 സുന്ദരികളാണ്. ഇവരുടെ പേര് പറയുന്നതിൽ ചെറിയൊരു കോമഡി ഉണ്ട്. കാരണം ഞാൻ നേരത്തെ എത്തിയപ്പോൾ ഞാൻ ലോബിയിൽ ഇരുന്ന് ഇവരുടെ 4 പേരുടെയും പേര് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് ഏകദേശം കാണാനും പിന്നെ ഇവരുടെ പേരും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങ് ദൂരത്തിരുന്ന ഒരാൾ എൻ്റെ അടുത്ത് പ്രസന്റ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാരെന്ന് ഇപ്പോൾ പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവരെ പ്രസന്റ് വിളിക്കാൻ പോകും. പ്രസന്റ് പറയണം കേട്ടോ നിങ്ങളെല്ലാവരും. അപ്പോൾ ആദ്യം തന്നെ വിളിക്കുന്നു ശ്രീജ ദാസ്. പ്രസന്റ്. എത്തിയിട്ടുണ്ട്. രാധാ ഗോമതി, തങ്കം മോഹൻ, ഓക്കെ. നന്ദിനി ഗോപാലകൃഷ്ണൻ, ഗുഡ് ഗേൾ. അതാണ് ഗുഡ് ഗേൾ. ഇതിൽ ആരാ എന്റെ അടുത്ത് അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ട് പ്രസന്റ് പറഞ്ഞത്? രാധാ ഗോമതി ആയിരിക്കും. ബെസ്റ്റ് ആക്ടറോട് നമുക്ക് നേരത്തെ തന്നെ പറയാം. ആക്ടിങ് ഒന്ന് കാണണേ. നിങ്ങൾ എന്നെ പ്ലാൻ ചെയ്തിട്ട് വന്നല്ലേ ഈ ഡ്രസ്? അല്ല, ഞങ്ങൾ മനപ്പുറത്തും രണ്ടുപേരും ഓപ്പോസിറ്റ് കോമ്പോസിഷനിൽ രണ്ടുപേരും പറഞ്ഞിട്ട് ഇട്ടിട്ട് വന്നതല്ല. നിങ്ങളുടെ പോസ്റ്ററൊക്കെ നിങ്ങൾക്ക് ബാക്കിൽ നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു കൂൾ ടോൺ, നിങ്ങൾ രണ്ടുപേരും വാം ടോൺ. നിങ്ങളുടെ ബാക്കിലെ പോസ്റ്ററും അതുപോലെ തന്നെയാണ്. നിങ്ങളുടെ രണ്ടുപേരെയും ഗ്രീൻ ഡ്രസ്സിന് ചേർന്ന് നിങ്ങളുടെ റെഡ് ഡ്രസ്സിന് ഇറങ്ങി പ്ലാൻഡ് അല്ല. ലൊക്കേഷൻ ഇവരല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്, ഇവരല്ല കൂടുതൽ കമ്പനിയുള്ള ആൾക്കാർ. എല്ലാവരും ഒരുപോലെ ഫ്രണ്ട്സ്. ആരും ഒരേ കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ ഭയങ്കര വേരിയേഷൻ. കുടുംബത്തിൽ നിന്ന് വരുന്ന ആരാ? പറന്ന് ചെല്ലാൻ എന്നുള്ളതിന്റെ കാര്യമാണ് ആ പറഞ്ഞത്. ഞങ്ങൾ ശരിയാട്ടോ. ഇവരിപ്പോ ഒരേ ഫാമിലിയിലുള്ളതാണ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നുള്ളേ. പറന്ന് ചെല്ലാൻ, അതാണ് നമ്മുടെ മൂവിയുടെ പേര്. എവിടെ എത്തി നിങ്ങൾ എല്ലാവരും? എന്നിട്ട് പറന്ന് എവിടം വരെ എത്തി എല്ലാവരും? 31-ാം തീയതി അറിയാം. ഞങ്ങൾ ഇനി പറക്കണോ വേണ്ടയോ, ചിറക് മുറിച്ച് എവിടെ പറന്നിരിക്കും. നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ എന്തായാലും. കാരണം നിങ്ങൾക്ക് അറിയാലോ ഇതിൽ മുൻനിരയിൽ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ആരൊക്കെയാണ്. അതുകൊണ്ട് ഞങ്ങളും കുറെ അധികം എക്സൈറ്റ്മെന്റിലാണ്. സിദ്ധാർത്ഥ് ഭരതൻ ആയിക്കോട്ടെ, ലാലു ഉണ്ണി ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഭയങ്കര പീക്കിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഉണ്ണി ഇപ്പൊ റീസെന്റ് രേഖാചിത്രവും ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ആൾക്കാർ എവിടെ സോഷ്യൽ മീഡിയ നടന്നാലും ഇപ്പൊ ഉണ്ണിനെയാണ് കാണുന്നത്. ഉണ്ണിയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ണിനെ പറ്റി നല്ല അഭിപ്രായമാണ്. പക്ഷെ ഞങ്ങൾക്ക് സിനിമയിൽ കോമ്പിനേഷൻ കുറവാണ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ മാതിരി അവരുടെ ഈ സാധനത്തിന് പ്രിപ്പറേഷൻ്റെ ഇടയിലൊക്കെ വർത്താനൊക്കെ പറയും. കാരണം ഞാൻ രേഖ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു. അത് രണ്ടുപേരും. വിൻസി ആണെങ്കിലും ഞാൻ ഉണ്ണിലാലുവിനെ ആദ്യം കാണുന്നത് അതിലാണ്. ഞാൻ ആരാ ഈ ചെറുപ്പക്കാരൻ തന്നെ മൈൻഡിൽ ഇരുന്നപ്പോഴാണ് ദാണ്ടേ നമ്മുടെ അവിടെ പാലക്കാട് വെച്ച് ആദ്യത്തെ മീറ്റിങ്ങിൽ കണ്ടപ്പോൾ ഞാൻ ആദ്യം ഓടിച്ചെന്നിട്ട് ഞാൻ ഉണ്ണിയോട് പറഞ്ഞതാണ്, പൊളിച്ചു. ഇപ്പോ ഞാൻ കാത്തിരിക്കുകയാണ് ഇപ്പോ രേഖാചിത്രത്തെ പറ്റി പറയാനായിട്ട്. ലുക്ക് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഉള്ള ആളുടെ രേഖാചിത്രം കണ്ടോ? യെസ്,
എങ്ങനെയുണ്ടായിരുന്നു ഉണ്ണിയുടെ പെർഫോമൻസ്? ഉണ്ണിക്കുള്ള കോംപ്ലിമെന്ററി ആണ് മൊത്തം കേട്ടോണ്ടിരുന്നത്. ഉണ്ണിയുടെ The entire film is beautiful and വേറിട്ട ഒരു രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ കണ്ടിരുന്നോ? ആസിഫ് അലി എല്ലാരും ഉണ്ണിയെ പറ്റി കുറെ അധികം പറയുന്നത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു റോളിനോട് ഭയങ്കര ജസ്റ്റിസ് ചെയ്തിട്ടാണ് ഉണ്ണി ഇത് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹി ഡിസേർവ്സ് ഓൾ ദിസ് അപ്രീസിയേഷൻ ബിക്കോസ് അത്രയും ജെനുവിൻ ആയിട്ടാണ് ആ ഒരു ക്യാരക്ടർ ഉണ്ണി ചെയ്തിരിക്കുന്നത്. ഉണ്ണിയെ പറയുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം ഞാൻ എടുത്ത് ചോദിക്കേണ്ട ഒരാളാണ് ഞങ്ങളുടെ സിദ്ധാർത്ഥേട്ടൻ. സിദ്ധാർത്ഥേട്ടന്റെ കൂടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ സൂക്ഷ്മദർശിനിയും ബ്രഹ്മയുഗവും ഒക്കെ കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥേട്ടനും അതിനും മേലെയുള്ള ഒരു ലെവലിൽ നിൽക്കുകയാണ്. അപ്പൊ സിദ്ധാർത്ഥേട്ടന്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമയിലെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പറഞ്ഞതല്ല, എന്റെ മകനായിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. അതെ, ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല കോപ്പറേറ്റീവ് ആയിട്ട് അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടർ. ഇപ്പം ഏജിൽ നമ്മൾ ഒരുപാട് സീനിയറാണ് അദ്ദേഹത്തെക്കാൾ. പക്ഷേ ആക്ടർ എന്ന നിലയ്ക്ക് നമ്മളെക്കാൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആക്ടർ. പക്ഷെ അത്തരം യാതൊരു ജാടകളും ഇല്ലാതെ നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്ന് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ഇത് തന്നെയായിരുന്നു സിദ്ധാർത്ഥേട്ടൻ. അതൊരു അനുഭവമാണ് ശരിക്കും. തീർച്ചയായിട്ടും. ഇപ്പൊ ലളിത ചേച്ചിയുടെ ആബ്സെൻസ് നമ്മൾ മലയാള സിനിമയിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സമയത്ത് ആ സ്ഥാനത്ത് നിന്ന് ആക്ട് ചെയ്യാൻ കിട്ടാന്ന് ഒരു ഭാഗ്യമാണല്ലേ ശരിക്കും പറഞ്ഞാലേ? ഓ എന്റെ അമ്മ അങ്ങനെയൊന്നും എനിക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്താണ്. ഓൾറൈറ്റ്. അപ്പൊ ദേ ഞാൻ നിങ്ങളുടെ സിനിമയെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും. ഇത് തെറ്റാണോ ശരിയാണോ എന്ന് പറയണമേ, എല്ലാരും പറയണമേ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ സിനിമയുടെ പറന്ന് 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 ചെല്ലാനെന്നുള്ളതാണല്ലോ ടൈറ്റില്. ഇപ്പൊ ഈ ഒരു പേര് കേട്ടിട്ട് എന്താ, ഇപ്പൊ ഒരു പെൺകുട്ടി അവളുടെ ആഗ്രഹങ്ങളൊക്കെ പറന്ന് 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 നേടിയെടുത്ത അതാണോ നിങ്ങളുടെ സിനിമയുടെ? തെറ്റോ ശരിയോ എന്ന് പറഞ്ഞാൽ മതി. സ്പോയിലർ അലേർട്ട്. ഓക്കെ, അടുത്ത പോയിന്റ് പറയാമേ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവരെന്നെ തളർത്തുന്ന ലക്ഷണമാണ് ഞാൻ കാണുന്നത്. എന്നേക്കാൾ റോക്കായിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ടൈറ്റിൽ ആയതുകൊണ്ട് തന്നെ ഇതൊരു ട്രാവൽ റിലേറ്റഡ് മൂവിയാണോ? ഇന്നർ ജേർണി. അങ്ങനെ പറയാം ഇല്ലേ? അപ്പൊ ഇത് ഇവര് യോജിക്കുന്നുണ്ടെന്നും എനിക്ക് പറയാൻ പറ്റില്ല, യോജിക്കുന്നില്ല എന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിൽ ഭയങ്കര കട്ട യോജിപ്പാ, ഒരു രക്ഷയില്ലാത്ത. എന്ത് രസമായിരുന്നു അറിയോ ഞങ്ങളുടെ ആ മൊത്തം ഷൂട്ടിന്റെ ടൈമും. ആൻഡ് മധുവമ്പാട് സാറ് വളരെ പ്രിസൈസ് ആയിട്ടുള്ള അദ്ദേഹത്തിന് പ്ലാനിങ് എടുക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ അവിടെ ഒരു റൗഡി സംഘമായിരുന്നു. അബ്സല്യൂട്ട്ലി. കാരണം അത്രയും ടൈം വി സ്പെൻഡ് ക്രിയേറ്റീവ്ലി. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ശരിക്കും പൊളിച്ചടക്കി. സിനിമയ്ക്കൊക്കെ ഒരുമിച്ച് പോയി ഒക്കെ ചെയ്തു. തല്ലൊക്കെ ഉണ്ടാക്കും നിങ്ങൾ? വഴക്കുണ്ടാക്കും? ഞങ്ങളൊരു ഗ്യാങ് ആയതുകൊണ്ട് ഗ്യാങ് ഇന്റർ ഗ്യാങ് വോർ ഉണ്ടാവും, പക്ഷെ ഇൻട്രാ ഗ്യാങ് വോർ ഞങ്ങളുടെ പുറത്തേക്ക് പോകാറിടയിൽ തന്നെ തീർക്കാറുണ്ട്. ഞങ്ങൾ അന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ആ ഗ്രൂപ്പ് ഇന്നും സജീവമായിട്ട് നിലനിൽക്കുന്നു. അതെ, അതിന്റെ പേര് പറയണോ? പേര് പറയാൻ പറ്റില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ നീങ്ക சொல்லுங்க. പൈത്യപ്പസംഗ. അതാണ് അതിന്റെ പേര്. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഞാൻ പെട്ട് ഗൈസ്. ഡെഫിനറ്റ്ലി ഞാൻ പെട്ട് ഗൈസ്. ഓൾ ദി ബെസ്റ്റ്. അതെ, ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഓൾ ദി ബെസ്റ്റ് തരുവാ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പാവം ആരാ? അയ്യോ എല്ലാവരും അതൊക്കെ വളരെ ചീത്ത വാക്കാണ്. നമ്മുടെ ഫാമിലിയിൽ ആ വാക്കുകളില്ല. ഗുണ്ടാ സംഘത്തിലെ അല്ല, പാവമായതിന്റെ വീണ തിരിച്ചറിഞ്ഞിട്ടുള്ള പെണ്ണുങ്ങളാണ്. അതെ, യെസ്, അത് കറക്റ്റ്. അത്രയ്ക്ക് നമുക്ക് പറയാം. അത് സിനിമയുടെ വലിയൊരു പോയിന്റ് ആണ്. അതിൽ നിന്ന് ഞാൻ എന്തൊക്കെയോ മനസ്സിലാക്കുന്നത്, ഇവര് പാവമായതിന്റെ വിന എല്ലാവരും അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അതിനെ പറ്റിയിട്ട് എനിക്ക് എന്തൊക്കെയോ കിട്ടാൻ പോകുന്നു എന്റെ മനസ്സ് പറയും. പേഴ്സണൽ അല്ല, ഫിലിമായിട്ടുള്ള എക്സ്പീരിയൻസ്, പേഴ്സണൽ എക്സ്പീരിയൻസ്. പാവമായതുകൊണ്ട് ഇവർക്ക് ഫിലിം ഇൻഡസ്ട്രിയില് ആണോ? അങ്ങനെയാണോ? ഇൻ സൊസൈറ്റി ജനറലി ഈ പാവമായി കഴിയുന്ന ഈ കഴിയേണ്ടി വരുന്നതും ആയി പോയതുമായിട്ടുള്ള പെണ്ണുങ്ങളുടെ ഒരു തിരിച്ചറിവിന്റെ ഒരു കഥയും കൂടി ഉണ്ട് ഇതിനകത്ത്. ഈ സിനിമയില് ആരാ പറക്കുക? തളച്ചിട്ടവര് പറന്നാലല്ലേ പറന്ന് നമുക്ക് പറയാൻ പറ്റും. പാവമായിട്ടിരുന്ന പറക്കാൻ പറ്റില്ല. എക്സാക്ട്ലി അല്ലേ? മഞ്ജു ചേച്ചി പറഞ്ഞതുപോലെ പാവമായിട്ടിരുന്ന പറക്കാൻ പറ്റില്ല. അങ്ങനെയാണോ? മഞ്ജു വാര്യർ പറഞ്ഞതുപോലെയാണോ? നിങ്ങൾ നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ പേടിക്കണം എന്ന് പറഞ്ഞതുപോലെയാണോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അതിനെ പേടിക്കണം, നമുക്ക് ഭാവിയിൽ പറക്കാൻ പറ്റില്ല, നമ്മളെ കൂട്ടിയിടാൻ ഒരു ലോക്കാണത്, അങ്ങനെയാണോ? അല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അങ്ങ് ജനറലൈസ് ചെയ്യും, അല്ല ഒരു ഇതിലേക്ക് കൊണ്ടുവരാണ്. അടക്കം ഒതുക്കുള്ള കുട്ടി, എന്ത് നല്ല കുട്ടി. അപ്പം ഒന്ന് ഒച്ച കൂട്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് നെഗറ്റീവാണ്. അയ്യോ, അവള് ഇത്ര നാളെ ഭയങ്കര അടക്കം ഒതുക്കുള്ള കുട്ടിയായിരുന്നു, ഇപ്പൊ അവള് കണ്ടില്ലേ അഹങ്കാരി എന്നുള്ളൊരു പേര് വരും. അല്ല, ആരുടെ സൗകര്യത്തിനാണ് എന്നാണ് അല്ലേ ഈ അടക്കം ഒതുക്കവും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടാഗ് ലൈനിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
നമ്മളായിട്ടിരിക്കുക, ഓപ്പൺ ആയിട്ടിരിക്കുക, സംസാരിക്കുക, അതൊക്കെയാണല്ലോ വേണ്ടത്. ഇന്നത്തെ കാലത്തെ ഒരു സൊസൈറ്റിയിലെ ഒരു വളർന്നു വരുന്ന ഒരു ലേഡി, ഒരു കുട്ടി എങ്ങനെയായിരിക്കണം, ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം, അങ്ങനെയാണെങ്കിൽ അവളുടെ ആഗ്രഹങ്ങളോട് അവൾ എങ്ങനെയായിരിക്കണം? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ആഗ്രഹങ്ങൾ ചേസ് ചെയ്ത് പിടിക്കാൻ പുരുഷനോളം തന്നെ ഒരു സ്ത്രീക്കും പറ്റണം. അതിനുവേണ്ടി അവർ വർക്ക് ചെയ്യണം. അല്ലാതെ ഒരു സോൾമേറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രീംസ് ചേസ് ചെയ്യാവുള്ളൂ എന്നൊന്നുമില്ല. യു ആർ അനദർ ഇൻഡിവിജ്വൽ. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. ആൺകുട്ടികളുടെ പോലെ തന്നെ ഡ്രീംസ് പെൺകുട്ടികൾക്കും ഉണ്ട്. അപ്പം ഇറ്റ്സ് ദെയർ റെസ്പോൺസിബിലിറ്റി. നന്ദിനി പറഞ്ഞ പോലെ തന്നെ അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും, മെന്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി. ഇപ്പോഴത്തെ കുറെ കുട്ടികളൊക്കെ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുമ്പോൾ അമ്മ എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതാണ് അവരെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തളച്ചിടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത കുട്ടികൾ മോളെ നീ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ പാരന്റ്സ് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയണതല്ലേ നല്ലത്? അല്ല, പേരൻറ്റിങ് ഇപ്പോൾ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ സമൂഹത്തിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു പേരൻസോ ഗ്രാൻഡ് പാരൻസോ ചിന്തിച്ച പോലെയല്ല ആസ് എ മദർ ഞാൻ ചിന്തിക്കുന്നത്. കാരണം നമ്മൾ ജീവിക്കുന്ന സമൂഹം, സൊസൈറ്റി മാറി. അപ്പോൾ സൊസൈറ്റി മാറുന്നതനുസരിച്ച് നമ്മുടെ കുട്ടികളും അതിനനുസരിച്ച് പ്രാപ്തരാവണം എന്നുണ്ടെങ്കിൽ പേരൻസ് അതിന് പ്രിപ്പയർഡ് ആക്കി പിള്ളേരെ വളർത്തണം. അതിന് നമ്മൾ മെൻ്റലി നമ്മൾ പേരൻസ് പ്രിപ്പയർഡ് ആയിരിക്കണം. ഇവർ പറയുന്നത് എനിക്ക് കേട്ടിട്ട് തോന്നുന്നു ഈ സിനിമ നല്ല രീതിയിൽ ഫീമെയിൽസിനെ അത്രത്തോളം ഫോക്കസ് ചെയ്യുന്ന ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണോ? കാരണം നിങ്ങൾ ഇത്രയും സ്മാർട്ട് ആയിട്ടുള്ള ഗുണ്ടാ സംഘത്തിലെ അംഗങ്ങളായിട്ടുള്ള ഫീമെയിൽസ് ആണ് ഇതിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല, അത് നമ്മൾ കുറച്ചുകൂടി നമ്മുടെ തമാശയായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞതാ. പക്ഷെ ഈ തളച്ചിടാൻ അല്ലാതെ പറഞ്ഞാണ്, ഈ തളച്ചിടാനോ അല്ലെങ്കിൽ തളർത്താനോ അല്ലെങ്കിൽ ദുഃഖത്തിൽ ആഴ്ത്താനോ അതിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുടുംബമെങ്കിൽ നമ്മൾ കുടുംബത്തിനെ നമ്മൾ റീതിങ്ക് ചെയ്യേണ്ട സമയമായില്ലേ എന്നുള്ള ഒരു കാര്യം വളരെ ജെന്റിലായിട്ട് ഒരു 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 സുഗന്ധം അവശേഷിപ്പിച്ചിട്ടാണ് ഈ പടം പോകുന്നത്. ഓരോ വ്യക്തിയുടെയും പിന്നെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫാമിലി എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി പുനർവിചിന്തനം നടത്തണ്ടേ എന്നാണ് ചോദിച്ചത്. എന്ത് അടിസ്ഥാനങ്ങളിലാണ് അങ്ങനെ ഒരു ഈ തളർത്തൽ നടക്കുന്നത്? എന്ത് സംരക്ഷിക്കാനാണ് എന്ന് ഒരു കാര്യം പുനർവിചിന്തനം ആവശ്യം. അപ്പൊ അതിനെ കുറിച്ച് ഉള്ള ഒരു രസകരമായിട്ടുള്ള, എന്നാലും അങ്ങനത്തെ എനിക്ക് തോന്നുന്നു ഗൗരവപരമായിട്ടുള്ള ഒരു ലൈറ്റ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, പക്ഷെ അടിയിൽ അങ്ങനത്തെ ചില അന്തർധാരകളുണ്ട്. ലൈറ്റ് ആയിട്ടാണെങ്കിലും കുറെ ലേയേഴ്സ് പറഞ്ഞു പോകും. ഇപ്പൊ സിനിമ കണ്ടു കഴിയുമ്പോൾ ആൾക്കാരിരുന്ന് ഒന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള അണ്ടർലൈങ് ആയിട്ട് കുറെ കഥകൾ, കുറെ ആൾക്കാരുടെ സ്റ്റോറീസ് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. നിങ്ങളിപ്പോ പറഞ്ഞത് എനിക്ക് തോന്നുന്നു കുറെ അധികം പുതിയ ചിന്തകളാ അല്ലെ? ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള, കുട്ടികൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ചിന്തയാണ് പറഞ്ഞത്. സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പൊ പറഞ്ഞത്. നമ്മുടെ പഴയ രീതിയാണല്ലോ ഈ ചട്ടക്കൂട് എന്ന് പറയുന്നത്. അല്ല, സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് എവിടെയും പറയുന്നില്ല. ഈ സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു സെറ്റപ്പിന് ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ആയിരിക്കണം. എന്ത് കാരണത്താൽ? ആരുടെ സൗകര്യത്തിന് വേണ്ടി? ആരും പറഞ്ഞിട്ടില്ല സ്ത്രീകൾ വേണ്ടിയാണോ സ്ത്രീ അങ്ങനെ ആയിരിക്കേണ്ടത്? അവൾക്ക് വേണ്ടിയാണോ? അവളുടെ നിലനിൽപ്പിന് വേണ്ടിയാണോ? അവിടെയാണ് ക്വസ്റ്റ്യൻ. ആ ഒരു തരം ഓൾമോസ്റ്റ് ഒരു അടിച്ചേൽപ്പിക്കലായിട്ടുള്ള ആ സാധനത്തിന്റെ ഒരു മുറിവ് ഏൽക്കുന്ന കഥാപാത്രങ്ങൾ ഈ പടത്തിലുണ്ട്. അതെ, അതിനെ പറ്റിയാണ് നിങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊരു പുതിയ ചിന്തയാണല്ലോ. പുതിയ ചിന്ത, പക്ഷെ വരുന്നത് അത് വളരെ ഒരു പ്രാചീനവുമായിട്ടുള്ള ഒരു തറവാട് സെക്ഷനിലാണ്. പക്ഷെ നമ്മുടെ ഈ സിനിമയുടെ ടീച്ചറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ പഴയ കാലത്തെ ഒരു മുത്തശ്ശി കഥ പോലുള്ള ഒരു പഴയ രീതികൾ, പഴയ ആൾക്കാർ എല്ലാം പഴയ രീതിയാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അവതരിപ്പിച്ചത് ഒരു പുതിയ കാലഘട്ടത്തിന്റെ ചിന്തയോ. അപ്പൊ ഇത് രണ്ടും കൂടെയുള്ള ഒരു കോമ്പോസിഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക്? നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത്. പഴയ കാലഘട്ടം നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാം നമ്മുടെ കുടുംബത്തിലുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നത്. എക്സാക്ട്ലി ഇപ്പോൾ എല്ലാ വീടുകളിലും ഉള്ള ഒരു സംഭവത്തിനെ നമ്മളൊന്ന് പുതിയ രീതിയിൽ കാണുകയാണ്. ഈ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ കുറെ കൊല്ലം മുമ്പ് വരികയായിരുന്നു. ഒരു ഇത് റിയൽ ലൈഫിൽ അല്ലെങ്കിൽ സിനിമയില് അതിന്റെ ട്രീറ്റ്മെന്റേ വേറെ ആയിരിക്കും. പക്ഷെ ഇതിനകത്ത് അതല്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഈ പറഞ്ഞ പഴയ പൊളിഞ്ഞ തറവാടാണ്, ഈ പറഞ്ഞ ഒരു ചട്ടിയും കലവും ഇതാണ്, നമ്മൾ മാവിളക്ക് നമ്മൾ ഉണ്ടാക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. രസകരമായിട്ടുള്ള സീനും അതിനകത്ത് ലവ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിനകത്ത് വരുന്ന ഈ പറഞ്ഞ മാതിരി അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യത്തിനോട് വളരെ എന്താ പറയാ, ഒരു ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്പണിങ്ങിന്റെ ഒരു പോസിബിലിറ്റി അതിനകത്ത് ഉണ്ട് എന്നാണ്
ഞങ്ങൾ പിന്നെ ആരും ഈ പറഞ്ഞ സിങ്ക് സൗണ്ട് ആയതുകൊണ്ട് ഇപ്പൊ നമുക്ക് മൊത്തം പടം ഈവൻ സെക്ഷൻ ഓഫ് ദ പടം കാണാൻ ഞങ്ങൾക്ക് യാതൊരു സൗകര്യമില്ല. കാരണം ഡബിങ് ഇല്ലല്ലോ. അറ്റ്ലീസ്റ്റ് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും കാണാം. ഇപ്പൊ റിലീസ് ചെയ്യുന്ന പാട്ടുകളിലൂടെയൊക്കെയാണ് നമ്മൾ ചില സാധനങ്ങൾ ട്രേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ വേറെ ഒരു സെഗ്മെന്റ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പോ സ്ത്രീകൾ പൊതുവെ, പുരുഷന്മാർ ഇത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, സ്ത്രീകളായിരിക്കും പൊതുവെ ഇത് കേട്ടിട്ടുള്ളത്. ആരിൽ നിന്നും ആകാം, നീ ഞാൻ പറയുന്നത് കേട്ടാ മതി, ആ ഒരു ഡയലോഗിനോട് ഒന്ന് പ്രതികരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പേഴ്സണലി പ്രതികരിക്കാമോ? നീ ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇത് ക്യാരക്ടർ ആയിട്ടാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ, അല്ലാതെ ആണെങ്കിൽ അങ്ങനെ സൗകര്യമില്ല എന്ന് പറയും. ഞാൻ കാരണം ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പുരുഷന്മാരും ഇത് കേട്ടിട്ടുണ്ടാവില്ല. നീ ഞാൻ പറയുന്നത് കേട്ടാ മതി എന്നുള്ളത് ഒരു പുരുഷന്മാരും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഓൾമോസ്റ്റ് സ്ത്രീകൾ കേട്ടിട്ടുണ്ടാവും. നീ ഞാൻ പറയുന്നത് കേട്ടാ മതി, നിന്റെ അഭിപ്രായം ഇവിടെ വേണ്ട, നിന്റെ സൗണ്ട് അവിടെ നിന്ന് പൊങ്ങണ്ട, നീ ഞാൻ പറയുന്നത് കേട്ടാ മതി. ഈ ടോൺ അല്ലെങ്കിലും ലൈറ്റ് ആയിട്ടൊക്കെ പറയും, ലൈറ്റ് ആയിട്ട് അവതരിപ്പിക്കും. അത് എന്റെ അഭിപ്രായം എങ്ങനെയാണ് എന്ന് പറയുന്ന രീതിയിൽ. അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുമല്ലോ അവിടെ. അങ്ങനെ കൺഫ്യൂഷൻ സ്റ്റേജ് ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഒറ്റയടിക്ക് സൗകര്യമില്ല എന്ന് പറയും. ഒറ്റയടിക്ക് ഒറ്റ വാക്കിൽ ഉത്തരം തരും. അപ്പോഴാണ് നമ്മൾ അഹങ്കാരികളൊക്കെ ആവുന്നത്. തീർച്ചയായിട്ടും നാളെ ഒരു സമയത്ത് ചിലപ്പോൾ അത് മാറുമായിരിക്കും. ഒബ്വിയസ്ലി അവർക്ക് കൊള്ളാം. സ്ത്രീകള് പറഞ്ഞുകൊണ്ടിരുന്ന പോലെ അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന പോലെ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്തിരുന്ന പോലെ അല്ല പുതിയ കാലഘട്ടത്തിലുള്ള സ്ത്രീകൾ റെസ്പോണ്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഒരു പ്രായത്തിലുള്ളവർ തന്നെ സൗകര്യമില്ല എന്ന് പറയാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ജനറേഷൻ, അതിന്റെ അടുത്ത ജനറേഷൻ കുട്ടികളൊക്കെ സൗകര്യമില്ല എന്ന് പറയാൻ പോലും വെയിറ്റ് ചെയ്യത്തില്ല. ഈ ഒരു ചോദ്യം ഉണ്ടാക്കി കൊടുക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ജെൻസും അത്യാവശ്യം അണ്ടർസ്റ്റാൻഡിങ് ആണ്. പഴയ കാലഘട്ടം ഇങ്ങനെയാണ്, ഇവര് നമ്മുടെ അടിമകളൊന്നും അല്ല എന്നൊരു കാഴ്ചപ്പാടൊക്കെ ഇപ്പോഴും കുറെ അധികം പുരുഷന്മാർക്കും വന്നു തുടങ്ങിയെന്നാണ് എന്റെ വിഷയം. അങ്ങനെ ആവട്ടെ അല്ലേ? അല്ല, തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അല്ല, അത് ചേഞ്ചസ് ഉണ്ട്. ഒബ്വിയസ്ലി ഇപ്പോഴത്തെ ജനറേഷൻ ആൺകുട്ടികൾക്ക് ആ ഒരു ചേഞ്ച് ഉണ്ട്. ഒരു വർക്കിംഗ് പാർട്ട്ണർ, പണ്ട് വർക്കിംഗ് പാർട്ട്നേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വീട്ടമ്മയായിട്ടിരിക്കണം ഒരു സ്ത്രീ എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലത്തുനിന്ന് എന്നെ ഫിനാൻഷ്യലിയും ഇമോഷണലിയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കണം അപ്പുറത്ത് നിൽക്കുന്നതെന്നുള്ളത് ആൺകുട്ടികൾ ഇപ്പോൾ ഡിമാൻഡ് ചെയ്ത് തുടങ്ങി. ബിക്കോസ് ഒരാളുടെ വരുമാനം വെച്ച് ജീവിതം മുന്നോട്ട് പോവില്ല, മറ്റേയാള് കൂടെ സമ്പാദ്യം വേണം. അപ്പോൾ ജോലിയുള്ള ഒരു പെൺകുട്ടി എന്നുള്ളൊരു ഡിമാൻഡ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പെൺകുട്ടികളാണെങ്കിലും പഠിക്കുന്നത് ചുമ്മാ വീട്ടിലിരിക്കാനല്ലോ, അല്ല. ആ ഒരു റിയലൈസേഷൻ ഏറ്റവും ആദ്യം വേണ്ടത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. ഏറ്റവും ആദ്യം വേണ്ടത്. അത് വന്നാൽ ബാക്കിയൊക്കെ അതിന്റെ പിന്നാലെ വരുമെന്നാണ് എന്റെ ഒരു കോൺസെപ്റ്റ്. സത്യം. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തന്നെയാണ്. പക്ഷെ അവിടെയും ശ്രീജ, നന്ദിനി, തങ്ക, ഞാൻ പറയും ഇപ്പൊ ഈ പറഞ്ഞ മാതിരി പുറത്ത് ജോലിക്കും കൂടി പോവാ, തിരിച്ചു വന്നിട്ട് വീട്ടിലെ പണികൾ മുഴുവൻ ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലൂടെയും നമ്മുടെ കുറെ സൗകര്യം കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ആൺകുട്ടികളാണെങ്കിലും അവര് പാർട്ട്ണറിനെ ഹെൽപ്പ് ചെയ്യാനും ഈക്വലി റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനും ഒക്കെ മുന്നിട്ട് വരുന്ന ഒരു ജനറേഷനെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി തിങ്സ് വിൽ ചേഞ്ച് ഫോർ ബെറ്റർ ഇൻ ദ കമ്മിങ് ജനറേഷൻ. ഈ മുമ്പ് ഒരു ചായ പോലും എന്റെ മോന് വെക്കാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു വളരെ പോസിറ്റീവ്, വളരെ ഉദാത്തമായിട്ടുള്ള കാര്യം കുറച്ച് പഠിപ്പിച്ചിട്ടില്ല. അവന് സുഖിച്ച് രാജകുമാരനെ പോലെയാണ്. അടുക്കളയിൽ ആൺകുട്ടികളൊക്കെ ചൂലൊക്കെ എടുത്ത് മുറ്റത്തോട്ടൊക്കെ അങ്ങനെ പോയി ചരിത്ര മുഹൂർത്തമായിരിക്കും അല്ലേ? കാണിക്കുന്ന ചൂലെടുത്തിട്ട് നീ എങ്ങടെ അല്ലേ? അതൊന്നും അമ്മമാരുടെയൊക്കെ അഭിമാനക്ഷതത്തിന്റെ വിഷയങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ പക്ഷെ നേരെ തിരിച്ചാണ്. എന്റെ മോനെല്ലാം ചെയ്യാൻ അറിയാം, അവനും ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാൻ അറിയാം. ഞാനൊരു നേരം ഇല്ലെങ്കിലും എന്റെ മോൻ നല്ലതായിട്ട് ഭക്ഷണം കഴിച്ചോളും, അവൻ വീട് നീറ്റായിട്ട് നോക്കിക്കോളും, എനിക്ക് ധൈര്യമായിട്ട് പോകാം. അല്ല, നമ്മള് പിന്നെ അവർക്ക് ഓപ്ഷൻ ഇല്ലാതെ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോ ഒരുപക്ഷെ ആൾക്കാർ പറയും നിങ്ങൾ ഫെമിനിസ്റ്റുകളാണ്. അത് വേറെ അതല്ല, ആക്ച്വലി കുറെ കൂടി രസകരമല്ലേ? എല്ലാവർക്കും എല്ലാം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ഡയലോഗ് ആവില്ലേ? വാസ്തവത്തിൽ അങ്ങനെ നമ്മൾ കാണാൻ തുടങ്ങിയ ശരിക്കും നമ്മൾ ഇരുവശത്തിലും എത്രയോ കാര്യങ്ങൾ, എത്രയോ സന്തോഷങ്ങൾ നമ്മൾ സപ്രസ് ചെയ്യുന്നത് വാസ്തവത്തിൽ നമുക്ക് കുറെ കൂടി ഓപ്പൺ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ശരിക്കും നമുക്ക് കൂടുതൽ എൻജോയബിൾ ആവും ജീവിതം എന്ന് തോന്നുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫാമിലിയിലും ഇതിനകത്ത് നമ്മുടെ PPP ഫാമിലി പറഞ്ഞ് ചെല്ലാൻ ഫാമിലിയിലും നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അയ്യോ എന്ന് വിചാരിക്കുന്ന ചില ദുരന്തങ്ങൾ ഇതിനകത്ത് നടക്കുന്നത് വാസ്തവത്തിൽ അത് ഹാവൂ എന്ന് പറഞ്ഞെടുക്കുന്ന ഒരു രീതിയിലേക്ക് എങ്ങനെ മാറുന്നു എന്നത് അത് പടം തന്നെ കാരണം. അപ്പോഴത് മനസ്സിലാവുക. ഇത്രയും യാഥാസ്ഥികരായിട്ടുള്ള മനുഷ്യരും അതിനകത്തുണ്ട്. പക്ഷെ അവർക്ക് പോലും മനസ്സിലാവുന്നുണ്ട് തൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ സങ്കുചിത്വം കൊണ്ട് ഇത്രമാത്രം തകരാറുണ്ടായി എന്നും അത് എങ്ങനെ ഇനി പരിഹരിക്കാൻ പറ്റും എന്ന് വേദന ഗദ്ഗതം പോലെ കൊണ്ടു നടക്കുന്ന ആൾക്കാരുമുണ്ട്. ഇതിനകത്ത് ടോൺ ബിറ്റ്വീൻ സ്വന്തം തീരുമാനവും പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടുള്ള ഒരു സ്നേഹം, അവരെ ഹേർട്ട് ചെയ്യുന്നൊരു സാധനം,
ഈ മുതലായിട്ടുള്ള ഒരുപാട് ഷെയ്ഡ്സ് തമ്മിലുള്ള വളരെ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസും കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഒരു പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രത്തിൻ്റെ പൊട്ടിത്തെറിയോട് കൂടിയിട്ട് മൊത്തം സംഭവം എല്ലാം കൂടെ കുരുപൊട്ടി ഒഴുകുന്നതോട് കൂടിയിട്ട് എല്ലാവരും ആക്ച്വലി ഭയങ്കര ലിബറേറ്റഡ്, ഭയങ്കര ഹാപ്പിയായി മാറുന്ന ഒരു സംഭവമാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ കടിഞ്ഞാനുകൾ പൊട്ടിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം വളരെ രസമായിരുന്നു അല്ലേ? നമ്മൾ ചെയ്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അല്ലേ? നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു മൂവിയാണ്. വി റിയലി എൻജോയ്ഡ് അവർ വർക്ക്. ഞങ്ങൾ കാത്തിരിക്കുക കാണാൻ. അപ്പൊ മാം പറയുണ്ടായി നമ്മുടെ കടിഞ്ഞാണുകൾ നമ്മൾ തന്നെയാണ് പൊട്ടിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ 4 പേരും കുറെ അധികം കാര്യങ്ങൾ പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ട കുറെ കാര്യങ്ങൾ കുറെ ആൾക്കാർ മാറ്റേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ തീരുമാനം എടുക്കാൻ ലേറ്റ് ആയി പോയി എന്ന് തോന്നുന്നുണ്ടോ? പേഴ്സണലി ആണോ ചോദിക്കുന്നത്? അയ്യോ, പേഴ്സണലി ചോദ്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ പറയാ, അതാ സിനിമയിലാവുമ്പോ അല്ലെങ്കിൽ കഥയാവുമ്പോ നമുക്ക് എന്ത് പറയാലോ. റിയൽ ലൈഫിൽ നിങ്ങളും അത് അംഗീകരിക്കുന്നില്ല എന്നാണോ പറയുന്നേ? അല്ല, നമ്മൾ സിറ്റുവേഷൻസ് വരുമ്പോ നമ്മൾ അത് തീരുമാനം, അത്യാവശ്യം ഇവിടെ ഇരിക്കുന്ന 4 പേരും എനിക്ക് തോന്നുന്നു നമ്മുടേതായിട്ടുള്ള രീതികളിൽ നമ്മൾ തീരുമാനങ്ങൾ പലതരത്തിലുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് ഇത്രയും എൻജോയ്മെന്റ് കൂടിയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് വലിയ വലിയ വിഷയങ്ങളിൽ നിങ്ങൾ നോ പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് പറ്റില്ല, എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിനെപ്പറ്റിയല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ വളർന്നു വന്നൊരു കാലഘട്ടം ഈ ഒരു സോഷ്യൽ ചട്ടക്കൂടിനുള്ളിൽ വളർന്നു വന്ന ആൾക്കാരാണ് നിങ്ങൾ. പഴയ കാലഘട്ടത്തിൽ അന്ന് ഇതുപോലെയൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നായിരുന്നു, അങ്ങനെ ഫ്യൂച്ചറിൽ നഷ്ടം എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ലേറ്റ് ആയി പോയോ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ, അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഒരു കാര്യമില്ല. ബിക്കോസ് മേ ബി ഞാൻ വളർന്നു വന്ന സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, എൻ്റെ പേഴ്സണൽ ലൈഫ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ബിക്കോസ് ഐ വാസ് ഓൾവേസ് ഗിവൺ ദിസ്, ഈ സോ കോൾഡ് ചട്ടക്കൂടിൽ നിന്നല്ല ഞാൻ വളർന്നത്, അതുപോലെ ഒരു ഫ്രീഡം ഇല്ലായ്മയിൽ നിന്നല്ല ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി സമൂഹത്തിൽ നിന്ന് വന്നിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി. പക്ഷെ എൻ്റെ ക്ലോസ് ഫാമിലി സർക്കിളിൽ നിന്ന് എനിക്ക് അങ്ങനെ നഷ്ടബോധം ഇല്ല. നമുക്കും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത് ഈ സെറ്റ് ബാക്സ് എന്ന് പറയുന്നതും നമ്മൾ ഇരു കൈകൾ തുറന്ന് സ്വീകരിക്കാൻ എവിടെയോ ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. അതുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ മാതിരി ബ്ലെസ്ഡ് ആർ ദ ക്രാക്ട് ഫോർ ദ ലെറ്റ് ഇൻ ദ ലൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ വിടവും പൊട്ടലും പൊളിഞ്ഞിരിക്കുന്ന സ്ഥലത്തിലൂടെയാണ് വെളിച്ചത്തിന് പ്രവേശിക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് എവറി സെറ്റ് ബാക്ക് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം ശരിക്കും ഇല്ലേ നമ്മൾ പരിപോഷിപ്പിക്കുന്നതും എല്ലാവർക്കും വേണ്ടി ഉള്ള ഒരു ജീവിതമാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. എത്ര പേഴ്സണൽ ആയിട്ടുള്ള ഒരു ലൈഫാണ് ഒരു ആർട്ടിസ്റ്റ് നയിക്കുന്നതെങ്കിലും അങ്ങനത്തെ ഒരു ഡയമെൻഷൻ അതിനകത്തുണ്ട്. അത് പലപ്പോഴും മനസ്സിലാക്കപ്പെടാത്ത പോകുന്ന ഒരു കാര്യമാണ് തോന്നാറുണ്ട്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ആസ് എൻ ആർട്ടിസ്റ്റ് ഐ ഫീൽ ലൈക്ക് ദാറ്റ്. ആൻഡ് എനിക്കറിയാം ഈ ഇരിക്കുന്ന 4 പേരായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചെറുതൊന്നും അല്ലായിരുന്നു. നമ്മൾ അത്രയും എൻഗേജ്ഡ് ആയിട്ടായിരുന്നു നമ്മൾ ഇരുന്നത്. നമ്മുടെ സ്പെയർ ടൈം അതുപോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകിക്കൊണ്ടിരുന്നത്. സോ ഈ സെറ്റ് അതിന് പോസിബിൾ ആക്കി എന്ന് പറയുമ്പോൾ തന്നെ ഈ സെറ്റിനെ പറ്റിയും കുറച്ച് നല്ല വാക്കാണ്, വളരെ നല്ല ഓർമ്മകളാണ്. ബിക്കോസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന സിനിമ എന്നൊക്കെ പറയില്ലേ. കാരണം ഒബ്വിയസ്ലി സിനിമ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം കുറച്ച് ലാഗ് ഉണ്ടാവും. ബാക്കി പ്ലേസ്മെന്റ്സ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുപേരും പോസ്റ്റ് ആയിട്ടിരിക്കുക എന്ന് പറയില്ല, പോസ്റ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. ആ ഇരിക്കുന്ന മിനിറ്റുകൾ വരെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് വി വെരി ടോക്കിട്ട്, നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, നമ്മൾ തമാശ പറയുന്നു, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിയൊരു ഗ്യാങ്ങിനെ കൂടെ കിട്ടി. എന്താ പേര് പറഞ്ഞു ഈ ഗ്യാങ്ങിന്റെ? പൈത്യപസംഗ. അങ്ങനെ പൈത്യപസംഗൽ എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിനെ കൂടെ ഇവർക്ക് കിട്ടി ഈ സിനിമയിൽ. അപ്പൊ ഈ പൈത്യപസംഗങ്ങളോട് ഞാൻ അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. വേറൊന്നുമല്ല, പറക്കാം പാറി പറക്കാം എന്നാണ് നമ്മുടെ സെഗ്മെന്റിന്റെ പേര്. അപ്പൊ സെഗ്മെന്റിന്റെ എല്ലാവരും പേഴ്സണലി പറയണം. ഉത്തരം ഒരാൾ പറയുന്ന ഉത്തരം സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അടുത്ത ആൾ അതിനേക്കാൾ മെച്ചപ്പെട്ട ഉത്തരം പറഞ്ഞു തരേണ്ടി വരും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പറന്നു പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടിയാൽ എങ്ങോട്ടേക്കായിരിക്കും നിങ്ങൾ പോവാ? ആരാ ആൻസർ പറയുന്നത്? ആദ്യം ആരാ ആൻസർ പറയുന്നത്? എങ്ങോട്ടും പോകണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങോട്ടും പോകണ്ട, ഇവിടെ തന്നെ ഇപ്പൊ ഉള്ള പ്ലേസിൽ ഹാപ്പിയാണ്. പക്ഷേ ഇപ്പൊ കറന്റ് സിറ്റുവേഷനിൽ ചോദിക്കുവാണെങ്കിൽ, ഇപ്പോഴത്തെ എന്റെ സിറ്റുവേഷനിൽ ചോദിക്കുവാണെങ്കിൽ പറന്നു പോകാൻ പറ്റിയ ഞാനൊന്ന് കാനഡ വരെ പോയിട്ട് വരും. എന്റെ മോൾ അവിടെയാണ് പഠിക്കുന്നത്, പോയി ഒന്ന് കണ്ടിട്ട് വരണം ഒരു ആഗ്രഹമാണ്. നമുക്കും അങ്ങനെ തന്നെ യോജിപ്പാണോ? ചില സ്ഥലങ്ങളൊക്കെ കാണാനാണെങ്കിൽ അങ്ങനെയല്ല. ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഈ സെക്കൻഡിൽ ഇവിടുന്ന് പറന്നു പോകാൻ ഒരു അവസരം കിട്ടുക, അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടേക്കായിരിക്കും പോവാന്നുള്ളതാണ് ചോദ്യം.
ഞാൻ ഉദ്ദേശിച്ചതൊന്നും അല്ലായിരുന്നു. നിങ്ങൾ ഇവിടുന്ന് ഞങ്ങൾക്ക് ഇവിടെ മടുത്തു, ഇവിടുന്ന് ഞങ്ങൾ പോവാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട് മടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യം ഞാൻ പ്ലാൻ ചെയ്തു. അപ്പൊ അടുത്തതിലേക്ക് പോവാം. നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറക്കാനുള്ള ഒരു കഴിവ് ലഭിക്കുവാണ്. ഇതിന്റെ കൂടെ ഇങ്ങനെ പ്രത്യേകം ചിറകൊന്നും തരത്തില്ല, കൈ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പറക്കണം. അപ്പൊ നിങ്ങൾക്ക് പറക്കാനൊരു അവസരം കിട്ടുമ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഒരാളെ കൂടെ കൂട്ടിന് ഈ കഴിവോട് കൂടെ കൊണ്ടുപോകാൻ ഒരു അവസരം കിട്ടാം. ആരെ കൊണ്ടുപോകും? അയ്യോ അങ്ങനെയൊക്കെ വീട്ടിലുള്ള ആരും പറയരുത്. എന്റെ മോളുടെ അടുത്ത് കാനഡ പോകുന്ന മോളുടെ കാര്യം ഒന്നും പറയരുത്. അതാ ഒറ്റയ്ക്ക് പറന്നാ പോരെ, വേറൊരു ഭാരതത്തിലൂടെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഒറ്റയ്ക്ക് പറന്നു നടന്നോട്ടെ. അപ്പൊ ചുറ്റിനുള്ള എല്ലാവരും ഭാരങ്ങളാണെന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ പറഞ്ഞില്ല ഒരിക്കലും. പക്ഷേ പറഞ്ഞ പോലെ നമുക്കൊരു ചാൻസ് കിട്ടുമ്പോ, നമുക്ക് ഒറ്റയ്ക്ക് പറക്കാൻ ഒരു ചാൻസ് കിട്ടുമ്പോ നമുക്ക് ഒറ്റയ്ക്ക് പറഞ്ഞാൽ പോരെ. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു റൗണ്ട് ചുറ്റിയിട്ട് വന്നിട്ട് അടുത്ത ഒരാളെ കുറിച്ച് ബോറടി ഇല്ലാന്നുണ്ടെങ്കിൽ വേണേ അടുത്ത ആളെ സോളോ ട്രിപ്പ് പോകുന്ന ആൾക്കാർക്ക് സോളോ ട്രിപ്പ് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അല്ല ഇതുപോലെ പലരും സോളോ ട്രിപ്പ് പോകുന്നുണ്ടാവും. അപ്പൊ ചിലപ്പോ ആരെങ്കിലൊക്കെ നമ്മള് സംസാരിക്കും, ടീമുകളാവും, 5-6 പേര് ഒരുമിച്ചൊക്കെ പറക്കും. പൈത്യപ്പസങ്ങൾ ഇപ്പൊ പറക്കുന്നുണ്ട്. ഇവരിപ്പോ അടുത്ത ഇവരുടെ കാശ്മീർ ട്രിപ്പ് ഒക്കെ പ്ലാൻ ആയി. ഓക്കെ, നമ്മുടെ ആ ക്വസ്റ്റ്യനിലൂടെ ഇവർക്കൊരു ട്രിപ്പ് വരെ സെറ്റായി. വളരെ സന്തോഷം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. പിന്നെ ചില ആൾക്കാരുടെ ഒരു ഓടി നടക്കലും ഒരു വർക്കോളിക് ആയിട്ടുള്ള അവരുടെ രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇവര് പറക്കുവാണോ നടക്കുവാണോ. ആരാണ് അങ്ങനെയുള്ള ആരെങ്കിലും ഒരാൾ? രണ്ടുപേരാവോ? ആരാ? നമ്മുടെ ഇരിക്കുന്നതിലാണോ? അല്ല, നിങ്ങൾക്ക് ആരെങ്കിലും പറയാം. സിനിമയിലുള്ളവരോ നിങ്ങളുടെ സെറ്റിലുള്ളവരോ ലൊക്കേഷനിലുള്ളവരോ? അയ്യോ അങ്ങനെ പലരും അറിയാം. ഒരുപാട് പേരുണ്ട് വർക്കഹോളിക്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അത് കണ്ടാൽ നമുക്കൊരു അതിശയം തോന്നി. ഇവര് പറക്കുവാണോ നടക്കുവാണോ, ഇവരെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ ഇത്ര ഇതായിട്ട് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അതിശയം തോന്നിയിട്ടുള്ള ഒരാളെ പറയാൻ പറഞ്ഞ അങ്ങനെയില്ല. ഞാൻ തന്നെ. ചില സമയത്ത് ഞാൻ പറക്കുന്നതാണ്, നടക്കുവാണോ എനിക്ക് തന്നെ മനസ്സിലാവാറില്ല. അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആണെന്നാണോ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ശ്രീജ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പം നമ്മൾ ഒരു ദിവസം കാണുമ്പോൾ ശ്രീജ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന കാണും, അന്ന് വൈകിട്ട് ഒരു അമ്പലത്തിൽ ഡാൻസ് കളിക്കുന്നത് കാണും. പിറ്റേ ദിവസം നോക്കുമ്പോഴേക്കും ചിലപ്പോൾ ഒരു റിസോർട്ടിൽ പിന്നെ എന്താ പറയാ ചായം കുടിച്ച് നിൽക്കുന്ന പടമായിരിക്കും കാണുന്നത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്ന ഒരാളാണ് ശ്രീജ എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്റെ അടുത്ത ക്വസ്റ്റിനുള്ള ആൻസർ കൂടെ എനിക്ക് കിട്ടി. ഈ സൈറ്റിൽ നിന്ന് അടുത്ത സൈറ്റിലേക്ക് പറക്കുന്ന ആരാന്നുള്ളായിരുന്നു എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവരും പറക്കുന്നുണ്ട്, എല്ലാരും ഒരുപോലെയാണ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത നോക്കാം. പറക്കാനുള്ള കഴിവ് ലഭിച്ചാൽ നിങ്ങൾ ആദ്യം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം. പറക്കാനുള്ളൊരു കഴിവ് ലഭിച്ചാൽ ഇപ്പൊ എന്തെങ്കിലും തട്ടിയെടുത്തോണ്ടൊക്കെ ഓടാനായിരിക്കും, പറയാൻ പറ്റത്തില്ല. തട്ടിപ്പറിച്ചിട്ടൊക്കെ അങ്ങ് പോകാൻ. പണ്ട് മറ്റേ കാക്ക നെയ്യപ്പൊക്കെ അടിച്ചോണ്ടില്ല. പറക്കാനൊരു ആഗ്രഹം പെട്ടെന്ന് നമ്മളെ പിടിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ തട്ടിയെടുത്തോണ്ട് ഓടിക്കഴിഞ്ഞാൽ പറക്കാനൊരു കഴിവ് കിട്ടി. എന്താ അടിച്ചു മാറ്റാനുള്ള ആഗ്രഹം എന്നാണോ ചുരുക്കി തട്ടിയെടുത്തോണ്ട് ഓടാനൊരു അവസരം, പറക്കാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ആഗ്രഹമായിരിക്കും ആദ്യം സാധിക്കുക? തീർച്ചയായിട്ടും തട്ടിപ്പറിക്കാനായിരിക്കും. കാരണം ഓടിയാ നമ്മളെ കുളു മണാലി വരെ ഒന്ന് പോണം. കുളു മണാലി വരെ ഒന്ന് പോകണം. അതെന്താ കുളു മണാലി പോകാൻ? അത് കുറെ കാലം തൊട്ട് മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് പോകണം എന്നുള്ളത്. അത് പോകാൻ പറ്റിയിട്ടില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാരും കൂടെ പ്ലാൻ ഇട്ട് പോകും. നിങ്ങളുടെ ടീമിന്റെ അടുത്ത് പ്ലാനിങ് ഉണ്ട്. ഇപ്പൊ എത്ര ഒരു 6 മന്തോളായി പ്ലാനിങ് ഉണ്ട്. ഗ്രൂപ്പിൽ ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ഇടരുത്. ട്രിപ്പ് പോകാൻ പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ പെട്ടെന്ന് ഇരിക്കും. നമുക്ക് ഉച്ചയ്ക്ക് ഞങ്ങൾ കുളു മണാലി പോയാലോ എന്ന് പറഞ്ഞ് പോവാ. ഒന്ന് ഡ്രസ്സോ ചീപ്പോ ബ്രഷോ ഒന്നും എടുക്കരുത്. പ്ലാൻ ഇട്ടാലേ ട്രിപ്പ് ഒന്നും നടക്കൂല. അതുകൊണ്ട് നിങ്ങൾക്ക് നടക്കട്ടെ. നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഈ സിനിമ കഴിഞ്ഞിട്ട്, സിനിമയുടെ റിലീസ് കഴിഞ്ഞ അത് സ്വീറ്റ് കേൾക്കുന്നില്ല. എന്താ അല്ല ചെറുതൊക്കെ അച്ചടിച്ചത് ഉണക്കാനിട്ടിട്ടുണ്ടെന്ന്. നോട്ടാണോ? ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതൊക്കെയാണ് പ്രധാനപ്പെട്ട ചിറക് പലപ്പോഴും ഈ ലോകത്ത് അല്ലെ. ഇഹത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധ്യമാവണമെന്നുണ്ടെങ്കിൽ പണമാണ്. ഗാന്ധിയാണ്. പൈസ ഇല്ലെങ്കിൽ ഒന്നും ഇല്ല. ശരിയാണ് കേട്ടോ. എനിവേസ് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കിന് ഇവരെ ആരും നിലം തൊടാതുള്ള പറക്കലിലായിരിക്കും എന്നാണ്. കാരണം നിങ്ങളുടെ സിനിമയുടെ കാസ്റ്റിംഗ് ഒക്കെ ആണെങ്കിലും പിന്നെ നിങ്ങളുടെ ഒരു എനർജി ഒക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നിലത്തായിരിക്കും ലക്ഷ്യമാരെ പോലെ ഇങ്ങനെ. അതെ അതെ, അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ലക്ഷ്യമാരൊക്കെ സൂപ്പർ അല്ലേ? അപ്പൊ അപ്പൊ നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ ലാസ്റ്റ് മൊമെന്റിലേക്ക് എത്താണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ സിനിമയിൽ നല്ല കിട്ടിലൻ കാസ്റ്റിംഗ് ആണല്ലേ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിനകത്ത് ഒരാളെ പറയാൻ പറ്റുള്ളൂ, ഒരാളെ പറഞ്ഞേ പറ്റുള്ളൂ, പറയാനും പറ്റുള്ളൂ, പറഞ്ഞേ പറ്റുള്ളൂ. ആരുടെ ആക്ടിങ് കണ്ടിട്ടാണ് ഒരു അതിശയം തോന്നിയത്?
തീർച്ചയായിട്ടും ഇത് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ആൾക്കാർ രോമാഞ്ച കഞ്ചുക പുളകിതരാകുമെന്ന് തോന്നിയ സ്വന്തം പേര് പറയാൻ പറ്റും. സ്വന്തം പേര് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ സ്വന്തം പേര് പറയാൻ പറ്റില്ല, വേറെ ആളെ പറയണം. അവിയൽ നന്നാവാൻ എല്ലാം കഷ്ണങ്ങളും എല്ലാം ഒരുപോലെ നന്നായിട്ട് നന്നായി വേവണം. നമ്മൾ അവിയൽ വെക്കുന്നില്ല. അവിയലാണ് അവിയലാണ് ഒരു അല്ല, അവിയലാണ്, ഇത് അവിയലാണ്. ഇത്രയും ആക്ടേഴ്സ് ഉള്ള ഒരു ഇത്രയും characters. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ മലയാള സിനിമ വരുന്നതിൽ ഒരുപാട് കുറച്ച് കാസ്റ്റ് ഒക്കെ ഉള്ള ഒരു സിനിമയല്ലേ നമ്മൾ കാണുന്നത്, ഒരു 4-5 മെയിൻ ക്യാരക്ടേഴ്സ്. ഇതിൽ എല്ലാവരും മെയിൻ ക്യാരക്ടർ ലിസ്റ്റിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഒരു സിനിമ എന്ന് പറയുമ്പോഴേക്കും അതിൽ ക്യാരക്ടർ ഉണ്ട്, കായുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ എല്ലാവരും ചേർന്ന് വരുമ്പോഴാണല്ലോ അതൊരു ഇതാവുന്നത്. അപ്പം ഒരാളെ മാത്രം ചൂണ്ടിക്കാണിച്ച് നമ്മൾ അങ്ങനെ അവര് പറയാൻ മാത്രം പറ്റില്ല. നന്നായിരുന്നു എന്ന് എങ്ങനെയാ പറയണേ? ബിക്കോസ് എല്ലാവരും നന്നായി ചെയ്തത് കൊണ്ടാണല്ലോ തീർച്ചയായിട്ടും 31st റിലീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ Exactly. ഭയങ്കര കോൺഫിഡൻസ് പിന്നെ ഒരു point. പഴയതുപോലെ നമുക്ക് ഒരു പോയിന്റ് എല്ലാരും നന്നായിട്ട് അഭിനയിക്കും, കാരണം ഞാനാണല്ലോ കാസ്റ്റ് ചെയ്തത്. അതൊന്ന് അത് വേറൊരു കാര്യം. ഇത് ഈ ഇരിക്കുന്ന ആള് ഞാൻ കാണുന്ന ഭാവിയിൽ ഒരു ഡയറക്ടറാണ് നോട്ട് ദ പോയിന്റ്. അത് ഞങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ. അടുത്ത point എഴുതി വെച്ചോളൂ. ഇവരുടെ അടുത്ത് പണ്ടത്തെ പോലെ ഒന്നും നടക്കില്ല കേട്ടോ. പണ്ട് സ്ത്രീകളുടെ ഇന്റർവ്യൂ ആയിക്കോട്ടെ എവിടെയായാലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഈ കുഞ്ഞായ്മയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സപ്പോർട്ട് ചെയ്ത് തളരുവാണ്. എനിവേസ് ഈ ഒരു ടീം സ്പിരിറ്റ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും മുമ്പോട്ടുണ്ടാകട്ടെ. 31-ാം തീയതി സിനിമ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അപ്പുറം ഹിറ്റ് ആവട്ടെ. സൂപ്പർ ഹിറ്റ് ആവട്ടെ, ഉയർന്ന് പറക്കട്ടെ. ഉയർന്ന് പറക്കട്ടെ. ഇനി ഇവർക്ക് ഈ പറന്ന് ചെല്ലാൻ എന്നതുപോലെ തന്നെ ഇനി അങ്ങോട്ട് പറക്കൽ തന്നെ ആവട്ടെ, നിൽക്കാൻ പറ്റാതെ പറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്താം അല്ലേ? താങ്ക് യു സോ മച്ച്. ഇനിയും അടുത്ത മൂവിയുടെ പ്രൊമോഷനായിട്ട് നമുക്ക് ഇതുപോലെ ഇനി Thank you.